പിംഗളാനാഡിയുടെ ആദി സ്ഥലമായത്. ശങ്കരൻ ഇവിടെ അല്ലേ ജനിച്ചത്. ശിവന്റെയും ജന്മസ്ഥലവും കേരളമാണ്. തന്ത്രം എന്ന് വെച്ചാൽ ആധുനിക ഭാഷയിൽ ടെക്നോളജി എന്ന് പറയാം. ടെക്നിക്, ഒരു തന്ത്രം പ്രയോഗിച്ച് ഞാനത് നേടിയെടുത്തു എന്നൊക്കെ പറയാറില്ലേ. എന്ന് പറഞ്ഞ പോലെ മനസ്സിനെ വശീകരിക്കാനുള്ള ഉപായമാണ് തന്ത്രം. അതിൻ്റെ നിരുക്തി, അത് വാക്കിനെ പറ്റി പറഞ്ഞാൽ തനുത്രായതേ ഇതി തന്ത്ര എന്ന് പറയും. അതായത് ഈ ശരീരത്തെയും മനസ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഈ പ്രകൃതിയാണല്ലോ ശരീരവും മനസ്സുമായിത്തീരുന്നത് അല്ലേ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അറിവുകളുടെ സംഘാതത്തെ, അറിവിൻ്റെ കൂട്ടത്തെ തന്ത്രം എന്ന് വിളിക്കും. അപ്പോൾ അതൊരു സയൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സയൻസ് എന്ന് വെച്ചാൽ ബാഹ്യമായ വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠിച്ച് അതിനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് അറിയുന്ന ഒരു മാർഗമല്ലേ. പക്ഷെ ഇത് അങ്ങനെ ബാഹ്യമായ വിഷയമല്ലല്ലോ. ഇത് ആന്തരികം ബാഹ്യം എന്ന് വേർതിരിക്കാനാവാത്ത ഒരു വിഷയമല്ലേ. ശരീരത്തിനകത്താണോ ഞാൻ, ശരീരത്തിന് പുറത്താണോ ഞാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും പറയാൻ പറ്റും. പുറത്തുള്ളതും അകത്തുള്ളതൊക്കെ ഞാനാണ്. ഈ വിഷയത്തിൽ വരുമ്പോൾ അകവും പുറവൊന്നും ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയായത്. അപ്പം അതിനെ അതുകൊണ്ട് സയൻസ് എന്നുള്ള പേരിട്ട് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സയൻസ് എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ ഖണ്ഡിച്ചറിയുന്നതാണ്. ഇതെന്ന് വെച്ചാൽ സമ്പൂർണ്ണത്തെ അറിയലാണ്. അപ്പം അതുകൊണ്ട് തന്ത്രശാസ്ത്രമാണ്, സയൻസ് അല്ല. ശാസ്ത്രവും സയൻസും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരിക? അത് ഇപ്പം നമ്മൾ സയൻസ് എന്നുള്ള വാക്കിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതല്ലേ. ശാസ്ത്രം എന്നുള്ള വാക്കിനെ, സയൻസ് എന്നൊരു വാക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ മുതിർന്ന തലമുറ പറഞ്ഞു തന്നിരിക്കുന്നതൊക്കെ നമ്മളതിനെ വേദവാക്യങ്ങളായിട്ട് കണ്ട് നമ്മളതിനെ പഠിക്കുകയും അതിനെ ജീവിതത്തിൽ അനുവർത്തിക്കുകയൊക്കെ ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ട് അതിന് പല സയൻറ്റിസ്റ്റുകൾ, അല്ല ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ സയൻസ് എന്ന് വിളിക്കുന്ന, സയൻസ് എന്ന പദത്തിന് പകരം നമ്മൾ മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ ശാസ്ത്രം എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ശാസ്ത്രം എന്നുള്ള പദത്തിന് അർത്ഥം ഇതല്ലല്ലോ. ശാസിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഗുരു ഉപദേശിച്ചു തന്നത് എന്നർത്ഥം. ഗുരുവിൻ്റെ അനുഭവം, പരിചയം, പൂർവ്വതലമുറയുടെ, അതായത് ഗുരുവിൻ്റെ പൂർവികനായ ഗുരുവിൻ്റെ അറിവുകളെയെല്ലാം ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം ചേർത്ത് ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം, അല്ലെ ശിഷ്യനെ അനുഭവിപ്പിക്കുന്ന അനുഭൂതി, അതാണ് ശാസ്ത്രം. അങ്ങനെയാണോ സയൻസ്? ഒരു തന്ത്രത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? മനസ്സെന്ന് ഉത്ഭവിച്ചോ തന്ത്രം ഉത്ഭവിച്ചു? അത് മനസ്സ് ആദി സത്തയായ ശിവനിൽ ഉത്ഭവിച്ചപ്പോൾ തന്ത്രം ഉത്ഭവിച്ചു. ആ ശിവൻ ആ തന്ത്രം സ്വന്തം പത്നിയായ പാർവതിക്ക്, അതായത് വിശ്വമാതാവിന്, വിശ്വബുദ്ധിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ പാർവതിയിൽ നിന്നും അത് ഗുരുപരമ്പരകളിലേക്ക് പകർത്തപ്പെട്ടു. അനാദിയാണ് വേദവും തന്ത്രവും. ഇത് ഈ വേദവും തന്ത്രവും ഡിഫറെൻ്റ് ആണ്. വേദം എന്ന് വെച്ചാൽ സത്യം, മൗനം, അതാണ് വേദം, അതാ സത്യമായ അറിവ്. തന്ത്രം എന്ന് വെച്ചാൽ വിജ്ഞാനം. ഈ പ്രകൃതി വിഷയങ്ങളെ, പ്രകൃതിയുടെ പരിണാമം, പ്രകൃതിയുടെ ആധാരം, ഇത്തരം വിഷയങ്ങളെ പറ്റിയൊക്കെ അറിയലാണ് വിജ്ഞാനം. വിശേഷ വിദ്യയായി ഓരോന്നിനെ പഠിക്കൽ വിജ്ഞാനവും, സത്യത്തെ അനുഭവിച്ചറിയൽ വേദവുമാകുന്നു. അതായത് അപ്പൊ തന്ത്രം എന്ന് പറയുന്നതാണ് കൂടുതൽ ലോകത്ത് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാ നമ്മൾ ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്നത്, ലോകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ടെക്നോളജി അല്ലേ ഉപയോഗപ്പെടുത്തുന്നത്. ടെക്നോളജിയാ തന്ത്രം. ഏൻഷ്യൻ പ്രിമിറ്റീവ് ടെക്നോളജിയാ തന്ത്രം. അത് മനസ്സിനെ സംബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിനെ അവർ പരീക്ഷ നിരീക്ഷ നോക്കിയത്. ഈ രണ്ട് വഴികളും ഒരു സത്യത്തിലേക്കല്ലേ? അതെ, തന്ത്രത്തിലൂടെ യോഗത്തിൽ എത്തിച്ചേരുക. യോഗത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ കാണാനുള്ള മുഴുവൻ തന്ത്രമല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ യോഗം അഥവാ വേദം ഉയർന്ന തലമാണെന്ന് വെക്കുക. ആ തലത്തുനിന്ന് അവിടെ ഇരിക്കുകയല്ല, അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് നോക്കുന്നത് തന്ത്രത്തിൽ അഭിരമിക്കലാണ്. ഇനി തന്ത്രത്തിൽ അഭിരമിക്കുന്ന ആൾ നേരെ മേലോട്ട് കയറി യോഗത്തെ നോക്കുന്നു, അയോഗത്തിൽ പോയിരിക്കുന്നു. യോഗസ്ഥിതി എന്ന് വെച്ചാൽ എന്താ? അസത്യമായിട്ടുള്ള സാക്ഷാത്കാരം, അല്ല സത്യത്തിൽ അഭിരമിച്ച് അതിൽ ലയിച്ചില്ലാണ്ടാവില്ലല്ലേ യോഗം. തന്ത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിന് പുറത്തിറങ്ങി വന്ന് ഈ ലോകമായിട്ടിരിക്കുന്ന ഒന്ന് രണ്ടായി അത് അനേകമായിരിക്കുന്നതിന് ആനന്ദിച്ചറിയലല്ലേ തന്ത്രമാർഗം.
പക്ഷെ അത് സത്യത്തെ നോക്കിയുള്ളതാണെങ്കിൽ അത് ആ സത്യത്തിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുപോയി അവിടെ എത്തിച്ചേർക്കും. തന്ത്രമാർഗവും യോഗമാർഗവും എന്നൊന്നും പറഞ്ഞ് ഇതിനെ ഖണ്ഡിക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ബുദ്ധിക്ക് ഇങ്ങനെ പിരിച്ചറിയുന്നതാണല്ലോ സുഖകരം. അങ്ങനെയല്ലേ ഇനി മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് രണ്ടും രണ്ടാണെന്നൊക്കെ പറയാം. ഗുരു യോഗസ്ഥിതിയെങ്കിൽ ശിഷ്യൻ തന്ത്രമാർഗത്തിലൂടെ ഗുരുവിൽ എത്തിച്ചേരുന്നു. ഇത് ഗുരുവിൽ ലയിച്ചില്ലാണ്ടാവുന്നു. കേരളവും തന്ത്രവുമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടോ? കേരളം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എന്നാ 1951 50 എന്നാ കേരളം ഉണ്ടായത്? അതിന് മുമ്പ് കേരളം ഇല്ലായിരുന്നല്ലോ. ഇത് 3 or 4 നാട്ടുരാജ്യങ്ങളല്ലായിരുന്നു. അതിരിക്കെ അതിന് എത്രയോ പ്രാചീനമായി പരശുരാമ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇത് മൂലാധാരമായ ശ്രീലങ്ക, ഇത് വളരെ അടുത്ത് കിടന്നല്ലേ. ഉത്ഭവിക്കുന്ന മൂലാധാരത്തിലെ പിംഗളാനാഡിയുടെ ആദ്യ സ്ഥലമായത്. ശങ്കരൻ ഇവിടല്ലേ ജനിച്ചത്. ശിവന്റെയും ജന്മസ്ഥലവും കേരളമാണ്. ഇനി ഇടാനാടിയാ തമിഴ്നാട്. രണ്ടും ഉത്ഭവിക്കുന്ന ശ്രീലങ്കയെന്നും രാക്ഷസന്മാർ നഗരി. ഞാൻ പറഞ്ഞ അധോ ലോകമില്ലേ, അവിടുന്ന് അങ്ങോട്ടൊരു ലോകം ഉണ്ടായിരുന്നു, വലിയൊരു ലോകം. ഇപ്പൊ വിസ്മൃതിയിലാണ്ട് കിടക്കുക. അതേത് ലോകം? ഇന്ന് സമുദ്രങ്ങളായി കാണപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ നാളെ പർവ്വതങ്ങളായേക്കാം. സംശയമുണ്ടോ? ഹിമാലയപർവ്വതം അങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇന്ന് പർവ്വതങ്ങളായി കാണപ്പെടുന്ന സ്ഥലങ്ങൾ നാളെ സമുദ്രം ആയിക്കില്ലേ? ഇന്ന് ഉയരമെന്ന് വിചാരിക്കുന്ന പല സ്ഥലങ്ങളും കടൽ കയറാം. ഇന്ന് താഴ്ചയെന്ന് വിചാരിക്കുന്ന പല സ്ഥലങ്ങളും ഉയർന്നും വന്നേക്കാം. പ്രകൃതിയിൽ എന്താ അസംഭവ്യം? നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. പ്രകൃതിയിൽ നിരന്തര പരിണാമമാണ് പ്രകൃതിയുടെ സ്വരൂപം തന്നെ. മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് പരമേശ്വരൻ. പ്രകൃതിയിൽ എന്താ അസാധ്യം? അപ്പൊ ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നുള്ളത് ഒരു ലിവിങ് എൻറ്റിറ്റി ആയിട്ട് കാണാൻ സാധിക്കില്ലേ? ഇപ്പൊ ഇടാ പിങ്കള പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അതെ, അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. ഈ പിംഗളാനാടി നേരെ ചെന്ന് കശ്മീരത്തിലല്ലേ ഇന്ത്യയുടെ വലതു ഭുജം മേളിൽ ചെല്ലുമ്പോൾ ഇടത് ചെന്നോ തമിഴ്നാട് വഴി പോയി ബംഗാളത്തിലും ഇല്ലേ? എവിടെ ഭക്തിമാർഗം, ഇപ്പറ ജ്ഞാനം. നമുക്ക് കേരളം ജ്ഞാനപ്രധാനം, തമിഴ്നാട് ഭക്തിപ്രധാനം. ഹൃദയസ്ഥാനമൊക്കെ അല്ലേ ദില്ലിയായിട്ട് കാണുന്നത്. ഇന്ദ്രപ്രസ്ഥം നേരെ മേലിൽ കയറിയ കൈലാസമായില്ലേ സഹസ്രാരം അല്ലേ? അതുകൊണ്ടല്ലേ ഭാരതത്തെ നമ്മൾ അമ്മയായിട്ട് കരുതുന്നത്. കുണ്ടലിനി സ്ഥാനമല്ലേ ഇത്? ഇന്ന് ഈ ദേശത്തെ ഭാരതം എന്ന് വിളിക്കുന്നു. ഭാരതം വെച്ചാൽ ഒരു ദേശമല്ല, ഒരവസ്ഥയാ. ഭാ എന്ന് വെച്ചാൽ പ്രകാശം. രഥം അഭിരമിക്കുക. ഭാ പ്രകാശത്തിൽ അഭിരമിക്കുന്നത് എവിടെയോ അവിടെ തന്നെ ഭാരതം. ഇത് ജ്ഞാനത്തിലാ. ഭക്തി പറയും ഭാവ രാഗ താള അതിലഭിരമിക്കുന്നത്. ഭാരതം ഭാവ രാഗ താളത്തിൽ അഭിരമിക്കുന്നത്. ഇനി ഞങ്ങളെ പോലുള്ള ഭ്രാന്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭം ഭം ശിവന്റെ കാലടി എവിടെ മുഴങ്ങുന്നോ ഭം ഭം രഥം ഇത് ഭാരതം. അതാ ഞങ്ങളുടെ ഭാരതം. എവിടെയൊക്കെ ആരൊക്കെ ഉണർന്നോ അവരൊക്കെ ഭാരതത്തിലാ ജീവിക്കുക. വിശ്വത്തിന്റെ ഗുരു തന്നെയാ ഭാരതം എക്കാലത്ത്. അതാ ഭാരതം, ദേശത്തിന് പേരല്ല. അതുകൊണ്ടാണല്ലേ വിശ്വഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വഗുരു. അത് മായൻ കൾച്ചറിൽ ഉണർന്നാലും അവിടെയും ഭാരതം തന്നെ. അവൻ ഭാരതീയനായി. അതുകൊണ്ടല്ലേ കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഭാരത ഭാരത എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. എന്താ നീ ഉണരാനാ പറയുന്നത്? കാശ്മീർ ഷൈവിസം എന്ന് പറയുന്നതാണോ തന്ത്രത്തിന്റെ തുടക്കം? ശിവനിലും ശിവന്റെ തന്ത്രമുണ്ട്. ആഗമം നിഗമം എന്നൊക്കെ പറയും തന്ത്രത്തിൽ തന്നെ. ശിവനിൽ നിന്ന് വന്നത് ദേവിയിൽ നിന്ന് പ്രചരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാൻ വേണമെങ്കിൽ. കാശ്മീർ ശൈവിസം ജ്ഞാനപ്രധാനമാണ്. സ്പന്ദശാസ്ത്രം, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ഉത്ഭാവമൊക്കെ അവിടെ നിന്നല്ലേ. ശബ്ദം, സ്പന്ദം, വൈബ്രേഷൻ, വൈബ്രേഷൻ എനർജി, റിവേർബറേഷൻ എന്നൊക്കെ പറയുന്നില്ലേ. ഇന്ന് വലിയ വാക്കുകളാണല്ലോ അതൊക്കെ. ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഇവിടെ ജ്ഞാനത്തിലാണ്. ജ്ഞാനപ്രധാനമായ തന്ത്രമാണ്. തന്ത്രം വേദത്തിന്റെ ഒപ്പം നിഴലായിട്ട് കൂടെ കാണും. സർവധർമ്മങ്ങളുടെ ഒപ്പം തന്ത്രമില്ലേ? തന്ത്രത്തിലെ ആരാധന ആചരണമൊക്കെ അത് ജ്ഞാനപ്രധാനമായതും ഭക്തിപ്രധാനമായതുകൊണ്ട്. എന്നാൽ ബംഗളത്തിൽ പോയ സാക്ഷാൽ ദേവിയല്ലേ ശക്തി അല്ലേ? അവിടെ തന്നെയല്ലേ കാമാക്ഷി. നമ്മൾ നസം എന്ന് വിളിക്കും. നോക്ക്, അവിടെ ശക്തി തന്ത്രം, ഇവിടെ ശൈവതന്ത്രം. ഒന്ന് ജ്ഞാനപ്രധാനമെങ്കിൽ ഒന്ന് ഭക്തിപ്രധാനം. രണ്ടും കുണ്ടലിന് തന്നെ.